ഹായ് മക്കേഴ്സ്. അപ്പോ നമ്മള് ഓണപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള റിവിഷൻ ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മള് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ മൊത്തത്തിൽ നോക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ്? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഓണപരീക്ഷ നിങ്ങൾ ചെല്ലയോട് കൂടെ നിൽക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ എത്താനുള്ള എല്ലാ വഴികളും ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച ഈ ചാപ്റ്ററിൽ ആദ്യം പഠിച്ചത് എന്താണ്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഓക്കെ, എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത്? ഓക്കെ, സോ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി. സോ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? എ ക്രോസ് ബി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറയുന്നത് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ്. ഓക്കെ, സോ എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ഓർഡേർഡ് പെയറുകളുടെയും കളക്ഷൻ ആണ്. എങ്ങനെയുള്ള ഓർഡേർഡ് പെയറുകളുടെ കളക്ഷൻ ആണ്? ഓഫ് എലമെന്റ്സ് ഫ്രം എ ആൻഡ് ബി. എയിൽ നിന്നും ബിയിൽ നിന്നും വരുന്ന എലമെന്റുകളുടെ ഓർഡേർഡ് പെയർസുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എ ക്രോസ് ബി എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് പറയാം എ ക്രോസ് ബി അഥവാ ദ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി ഈക്വൽസ് സെറ്റ് ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ എലമെന്റ് ഓഫ് എ. സോ ഓർഡേർഡ് പെയറിൽ ആദ്യത്തെ എലമെന്റ് എവിടെ നിന്ന് വരണം? എയിൽ നിന്ന് വരണം. ബി എലമെന്റ് ഓഫ് ബി. സോ രണ്ടാമത്തെ എലമെന്റ് എവിടെ നിന്ന് വരണം? ബിയിൽ നിന്ന് വരണം. അങ്ങനെയുള്ള ഓർഡേർഡ് പെയറുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഓർഡേർഡ് ഇങ്ങനെ എഴുതുന്നതിനെ ഓർഡേർഡ് പെയർ എന്നാണ് വിളിക്കുന്നത്. ഓർഡേർഡ് പെയർ എ ബി. കാരണം അതിന് എന്ത് ഇമ്പോർട്ടന്റ് ആണ്? ഓർഡർ ഇമ്പോർട്ടന്റ് ആണ്. സോ എ ബി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് സെയിം ആണോ? അല്ല. ഓക്കെ, സോ അവിടെ നമുക്ക് ഓർഡർ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് നമ്മൾ പഠിച്ചതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് എ ക്രോസ് എ. സോ എയിനെ തന്നെ 3 വട്ടം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എ ക്രോസ് ബി ക്രോസ് സി എന്നൊക്കെ പറയാം. ഓക്കെ, സോ 3 എലമെന്റുകളെ നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് 3 സെറ്റുകളെ നമ്മൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുക്കുന്നു. സോ എ ക്രോസ് എ എന്ന് പറയുന്നത് അവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഓർഡേർഡ് പെയർ ആണോ? അല്ല, അവിടെ കിട്ടുന്നത് ഓർഡേർഡ് ട്രിപ്ലറ്റ് ആണ്. ഓർഡേർഡ് ട്രിപ്ലറ്റ് എ ബി സി. അതിൽ എയും ബിയും സിയും എല്ലാം എവിടെ നിന്നാണ്? എയിൽ നിന്നാണ്. കാരണം എ ക്രോസ് എ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? സോ എ ക്രോസ് എ ഈക്വൽസ് ഓർഡേർഡ് ട്രിപ്ലറ്റ് എ ബി സി സച്ച് ദാറ്റ് എ കോമ ബി കോമ സി എലമെന്റ് ഓഫ് എ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇക്വാളിറ്റി ഓഫ് ഓർഡേർഡ് പെയർസ്. ഓർഡേർഡ് പെയറുകളുടെ ഇക്വാളിറ്റി എപ്പോഴാണ് നമുക്ക് 2 ഓർഡേർഡ് പെയർസ് ഈക്വൽ ആണ് എന്ന് പറയാൻ പറ്റുന്നത്? സോ ഓർഡേർഡ് പെയർ എ ബി ഈക്വൽസ് ഓർഡേർഡ് പെയർ സി ഡി എന്ന് പറയുന്നത് വെറുതെ എലമെന്റുകൾ ഉണ്ടായാൽ മാത്രം പോരാ, ആ എലമെന്റുകളുടെ പൊസിഷനും സെയിം ആയിരിക്കണം. അതായത് ആദ്യത്തെ ആളുമായിട്ട് ഈക്വൽ ആകണം, രണ്ടാമത്തെ ആളുമായിട്ട് ഈക്വൽ ആകണം. സെറ്റിൽ ഈ പ്രശ്നമില്ല അല്ലേ? പക്ഷെ ഓർഡേർഡ് പെയറിൽ എന്തുണ്ട്? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഓർഡേർഡ് പെയർ എ ബി ഈക്വൽസ് ഓർഡേർഡ് പെയർ സി ഡി എന്ന് പറയുന്നത് എ ഈക്വൽസ് സി ആയിരിക്കണം, ബി ഈക്വൽസ് ഡി ആയിരിക്കണം. ഇനി അടുത്ത് നമ്മൾ പഠിച്ചത് ഓർഡേർഡ് പെയർ എ ബിയിൽ എത്ര എലമെന്റ് ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, സപ്പോസ് എയിൽ പി എലമെന്റുകളും, സോ എൻ ഓഫ് എ എന്ന് പറയുന്നത് പിയും ബിയിൽ ക്യൂ എലമെന്റുകൾ, അതായത് എൻ ഓഫ് ബി എന്ന് പറയുന്നത് ക്യൂവും ആണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ടാകും? പി ടൈംസ് ക്യൂ എലമെന്റ് ഉണ്ടാകും. സോ നമുക്ക് പറയാം എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് പി ടൈംസ് ക്യൂ ആയിരിക്കും. സപ്പോസ് എയിൽ 3 എലമെന്റും ബിയിൽ 5 എലമെന്റും ആണെന്ന് വിചാരിക്കുക. സോ എൻ ഓഫ് എ എന്ന് പറയുന്നത് 3ഉം എൻ ഓഫ് ബി എന്ന് പറയുന്നത് 5ഉം ആണെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാകും? എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് 3 times 5 അഥവാ 15 എലമെന്റ്സ് ഉണ്ടാകും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയിൽ എത്ര സബ്സെറ്റുകൾ ഉണ്ടാകും? എത്ര സബ്സെറ്റുകൾ എ ക്രോസ് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും? നമുക്ക് ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് ആ സെറ്റിന്റെ എണ്ണം. ഓക്കെ, ആ സെറ്റിന്റെ എണ്ണം m ആണെന്നുണ്ടെങ്കിൽ 2m ആയിരിക്കും എന്ത്? സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്. സോ ഇവിടെ പി ക്യൂ എലമെന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം എത്രയായിരിക്കും? 2pq ആയിരിക്കും. സോ നമുക്ക് പറയാം നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് 2pq ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത് നമ്മൾ പഠിച്ചത് അടുത്ത 3 വീഡിയോകളിലായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഓക്കെ, സോ റിലേഷൻ ആർ ഫ്രം എ ടു ബി. സോ എയിൽ നിന്ന് ബിയിലേക്ക് ആർ എന്ന് പറയുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റിലേഷൻ ആർ ഫ്രം എ നോൺ എംപ്റ്റി സെറ്റ് എ ടു എ നോൺ എംപ്റ്റി സെറ്റ് ബി.
എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ ഒരു റിലേഷൻ പറയുക എന്ന് പറയുന്നത് അത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ എന്തായിരിക്കും? ഒരു സബ്സെറ്റ് ആയിരിക്കും. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ എന്തായിരിക്കും? ഒരു സബ്സെറ്റ് ആയിരിക്കും. സോ നമുക്ക് പറയാം റിലേഷൻ എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റുകളുടെ സബ്സെറ്റ്സ് ആണ്. ഓക്കെ, സോ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും എന്ത്? എയിൽ നിന്ന് ബിയിലോട്ട് പറയുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ആ റിലേഷനെ എപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും? സോ എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി, എല്ലാ സബ്സെറ്റുകളും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ ഏതൊരു സബ്സെറ്റ് എടുത്താലും അതെല്ലാം എന്താണ്? റിലേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഏതൊരു റിലേഷൻ എന്ന് പറഞ്ഞാലും അത് സബ്സെറ്റ് ആയിരിക്കണം. അതുപോലെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ ഏതൊരു സബ്സെറ്റ് എടുത്താലും അതെന്തായിരിക്കും? റിലേഷൻ ആയിരിക്കും. പക്ഷേ എല്ലാ റിലേഷനും ഫംഗ്ഷൻ ആണോ? അല്ല. അതിനൊരു സ്പെസിഫിക് കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷനാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ഓക്കെ, സോ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്ക് നമുക്കൊരു ഫംഗ്ഷൻ പറയാം എന്ന് പറഞ്ഞാൽ എ റിലേഷൻ എഫ് ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി, എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് ടു ബി എ ഫംഗ്ഷൻ ഇഫ് എവറി എലമെന്റ് ഓഫ് സെറ്റ് എ ഹാസ് വൺ ആൻഡ് ഓൺലി ഇമേജ് ഇൻ സെറ്റ് ബി, എയിലുള്ള എല്ലാ പേർക്കും, ഓക്കെ, എയിലുള്ള എല്ലാ പേർക്കും, ഒന്നോ രണ്ടോ പേർക്കല്ല, എ എന്ന് പറയുന്നത് നമ്മളിവിടെ എ ക്രോസ് ബി ആണ്, നമ്മൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിട്ടാണ് ഇതെല്ലാം വരുന്നത്. സോ ആദ്യത്തെ സെറ്റ്, ഓക്കെ, അതാണ് എ എന്ന് പറയുന്നത്. സോ ആ എയിലുള്ള എല്ലാ പേർക്കും എന്തുണ്ടാകണം? കൃത്യം ഒരു ഇമേജ് ബിയിൽ ഉണ്ടായിരിക്കണം. കൃത്യം ഒരു ഇമേജ് ബിയിൽ ഉണ്ടായിരിക്കണം. എക്സാക്ട്ലി വൺ. ഒന്നി കൂടാൻ പാടുണ്ടോ? ഇല്ല. ഒന്നി കുറയാൻ പാടുണ്ടോ? ഇല്ല. സോ എയിലുള്ള എല്ലാ പേർക്കും എക്സാക്ട്ലി വൺ ഇമേജ് എവിടെ ഉണ്ടാകണം? ബിയിൽ ഉണ്ടാകണം. അങ്ങനെയുള്ള റിലേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന? ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ആ ഇമേജ് യുണീക്ക് ആവണമെന്നുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഓക്കെ, സോ എയിലുള്ള രണ്ടു പേർക്ക് ഒരു ഇമേജ് വന്നാലും ഒരു പ്രശ്നവുമില്ല. ഓക്കെ, പക്ഷെ ഒരാൾക്ക് രണ്ട് ഇമേജസ് വരാൻ പാടുണ്ടോ? ഇല്ല, അത് പോസിബിൾ അല്ല. ഓക്കെ, സോ എയിലുള്ള എല്ലാ പേർക്കും എക്സാക്ട്ലി വൺ ഇമേജ് ബിയിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ഇറ്റ്സ് എ ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ അതാണ് റിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് റെപ്രസെന്റ്സ് ആണ്. നമുക്ക് റെപ്രസെന്റേഷൻ ആണ്. നമുക്ക് ഫംഗ്ഷൻസിനെ, റിലേഷൻസിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത് കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മൾ സെറ്റ് പറഞ്ഞതുപോലെ തന്നെ സെറ്റ് നമുക്ക് എങ്ങനെയൊക്കെ ഡിനോട്ട് ചെയ്യാമോ അതുപോലെയൊക്കെ നമുക്ക് എന്ത് ഡിനോട്ട് ചെയ്യാം? റിലേഷൻസും ഡിനോട്ട് ചെയ്യാം. ഓക്കെ, സോ ഇത് പക്ഷേ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കുള്ള ഒരു കണക്ഷൻ ആണ് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ഫംഗ്ഷന് വേറൊരു പേരും പറയും, മാപ്പിംഗ് എന്നും പറയാം. ഓക്കെ, കാരണം നമ്മൾ മാപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ജസ്റ്റ് ഡിഫറെന്റ് റെപ്രസെന്റേഷൻസ് ആണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന സാധനങ്ങളാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, സെറ്റ് ബിൽഡർ ഫോം നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനും കൂടെ വെച്ച് നമുക്ക് നോക്കാം. എ ഈക്വൽസ് സെറ്റ് 1 -1 1 2 and b equals set 1 2 3 4. Define a relation R from A to B by y equals x square. Check whether the relation is a function. തന്നിട്ടുള്ള റിലേഷൻ ഫംഗ്ഷൻ ആണോ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ റിലേഷൻ ഒന്ന് ഏത് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം? സെറ്റ് ബിൽഡർ ഫോമിൽ ഒന്ന് റെപ്രസെന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെയാ വരുന്നത്? സെറ്റ് എഴുതുക, എന്നിട്ട് നമുക്ക് എങ്ങനെ എഴുതണം? സെറ്റ് ഓർഡേർഡ് പെയർ എ ബി, ഓക്കെ, സച്ച് ദാറ്റ് നമുക്ക് എ ബി അല്ലാതെ എക്സ് വൈ ഒക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, സോ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് അവർ തമ്മിലുള്ള റിലേഷൻ എന്താ? രണ്ടാമത്തെ ആള് ബി ഈക്വൽ ടു എ സ്ക്വയർ. ഓക്കെ, ബി ഈക്വൽ ടു എന്താണ്? എ സ്ക്വയർ. ഓക്കെ, ആദ്യത്തെ ആളുടെ സ്ക്വയർ ആണ് രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ എക്സ് വൈ യൂസ് ചെയ്താലും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പൊ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. നമുക്ക് ഇഷ്ടമുള്ള ലെറ്റേഴ്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ബി ഈക്വൽസ് എക്സ് സ്ക്വയർ കോമ ഇതൊക്കെ എവിടെ നിന്ന് വരണം? എ എന്ന് പറയുന്നത് എലമെന്റ് എ ആയിരിക്കണം, ബി എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് ബി ആയിരിക്കണം. ഓക്കെ, സോ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇതാണ് എന്ത്? സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, ഇവിടെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി അടുത്തത് റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോമിൽ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? റോസ്റ്റർ ഫോമില് എല്ലാ എലമെന്റുകളെയും റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള ഓരോ എലമെന്റും എങ്ങനെയായിരിക്കും? ഓർഡേർഡ് പെയർ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സെറ്റ് എഴുതിയ കണക്ക് ഓരോ എലമെന്റ് ഓരോ നമ്പേഴ്സ് ആയിരിക്കോ? അല്ല, രണ്ട് നമ്പേഴ്സിന്റെ ഒരു ഓർഡേർഡ് പെയർ ആയിരിക്കും. അപ്പൊ അങ്ങനെ വേണം എഴുതാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആരെയൊക്കെ ആരുമായിട്ടൊക്കെ മാപ്പ് ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാം. y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എക്സിന്റെ സ്ക്വയർ ഏതാണോ അതാണ് വൈയിൽ വരേണ്ടത്. അപ്പൊ നമുക്ക് -1 എടുത്താൽ -1 ആരുമായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റും?
1ഉമായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റും. കാരണം -1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഓക്കെ, സോ -1 1. അടുത്ത് 1 എടുത്താലോ? അടുത്ത് 1 യെസ്, എയിലുള്ള 1 എടുത്താൽ എന്ത് പറ്റും? 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്, മാപ്പ് ചെയ്യാൻ പറ്റും. അടുത്ത് 2 എടുത്താലോ? 2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. 4 ഇവിടെ ഉണ്ടോ? ഇവിടെ സപ്പോസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എഴുതാൻ പറ്റില്ല. ഓക്കെ, കാരണം എയിലും ബിയിലും വേണം. ആദ്യത്തെ എലമെന്റ് എയിൽ നിന്ന് വരണം, രണ്ടാമത്തെ എലമെന്റ് ബിയിൽ നിന്ന് വരണം. അത് രണ്ടും ട്രൂ ആയിട്ടില്ലെങ്കിൽ നമുക്കത് എഴുതാൻ പറ്റില്ല. സോ 2 4 വരും. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എയിൽ നമുക്ക് മാപ്പ് ചെയ്യാൻ? ഇല്ല. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ആരോ ഡയഗ്രാം. ആരോ ഡയഗ്രാം നമ്മൾ പണ്ട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? ആരോ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആദ്യത്തെ സെറ്റ് ചെയ്ത എ, രണ്ടാമത്തെ സെറ്റ് ബി. അപ്പൊ നമുക്ക് ഇവിടെ നിങ്ങോട്ടാണ് നമ്മൾ ആ റിലേഷൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആരൊക്കെയാ എയിൽ വരുന്നേ? -1 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. ഇനി ബിയിൽ ആരൊക്കെ ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ഇനി നമുക്ക് ആരെയൊക്കെ എങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യാം നോക്കാം. -1നെ 1ഉമായിട്ട്, 1നെ 1ഉമായിട്ട്, 2നെ 4ഉമായിട്ട്. ഇതാണ് നമ്മുടെ കണക്ഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അറിയാം 2ഉം 3 ഒക്കെ ഇവിടെ ആരും ഇല്ലാതെ കിടക്കുകയാണ്. ഓക്കെ, 1 ഇങ്ങോട്ടാണ്, 1ഉമായിട്ടാണ്. ഓക്കെ, 2ഉം 3 ഒന്നും ആരും ഇല്ലാതെ കിടക്കുകയാണ്. അതൊക്കെ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. റിലേഷനിൽ എവിടെയൊക്കെ ആൾക്കാർ ബാക്കി കിടന്നാലും ഒന്നും ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ആരോ ഡയഗ്രാം. അടുത്തിനി ടാബുലാർ ഫോം. ടേബിളിൽ നമ്മൾ എഴുതാൻ പോവുകയാണ്. എങ്ങനെ വരും? ടേബിളിൽ ആദ്യത്തെ എലമെന്റ് എക്സ് വാല്യൂസ്, കറസ്പോണ്ടിങ് വൈ വാല്യൂസ്. ടേബിൾ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടേബിൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഫംഗ്ഷന് ഗ്രാഫായിട്ട് വരയ്ക്കണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം 10ലൊക്കെ കോർഡിനേറ്റ് ജോമെട്രി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ നമ്മൾ XY പ്ലെയിനിൽ പോയിന്റ്സ് നോട്ട് ചെയ്യും. ഓർഡേർഡ് പെയർ XY ആയിട്ടാണ് പോയിന്റ്സുകൾ നോട്ട് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഗ്രാഫായിട്ട് XY പ്ലെയിനിൽ ഗ്രാഫായിട്ട് വരയ്ക്കാനാണ് നമ്മൾ മെയിൻലി എന്ത് യൂസ് ചെയ്യുന്നത്? ടേബിൾ റെപ്രസെന്റേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ എക്സ് വാല്യൂ ഒരെണ്ണത്തിലും വൈ വാല്യൂ ഒരെണ്ണത്തിലും എഴുതും. എന്നിട്ട് അടുത്തതിൽ നമ്മൾ സാറിന് എന്ത് എഴുതും? XY ഓർഡേർഡ് പെയർ XY എഴുതും. ആ ഓരോ ഓർഡേർഡ് പെയറുമാണ് നമ്മളെ ആർ ക്രോസ് ആർസിലെ ഓരോ പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ XY പ്ലെയിനിലെ ഓരോ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഓരോ ഓർഡേർഡ് പെയർസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ടേബിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. എങ്ങനെ വരും? എക്സില് -1 വരുന്നുണ്ട്, 1 ആണ് ഉത്തരം. 1 വരുന്നുണ്ട്, 1 ആണ് ഉത്തരം. ഓക്കെ, 2 വരുന്നുണ്ട്, 4 ആണ് ഉത്തരം. അപ്പൊ എക്സ് നമ്മൾ ടേബിൾ ഫോമിൽ എഴുതുമ്പോൾ ആൾക്കാരെ മാത്രം എഴുതിയാൽ മതി, എല്ലാവരെയും കൂടെ എഴുതണമെന്നില്ല. പക്ഷെ ആരോ ഡയഗ്രാമിൽ എന്താണ്? എയിലുള്ള എല്ലാ ആൾക്കാരും എഴുതുക, ബിയിലുള്ള എല്ലാവരും എഴുതുക. എന്നിട്ട് പരസ്പരം മാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ മാച്ച് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം, ഈ റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണോ? ഈ റിലേഷൻ ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ എലമെന്റ്സിന് എല്ലാവർക്കും എക്സാക്ട്ലി 1 ഇമേജ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആദ്യത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും എക്സാക്ട്ലി 1 ഇമേജ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആദ്യത്തെ സെറ്റിലുള്ള എല്ലാവരെയും നമ്മൾ മാപ്പ് ചെയ്തിട്ടില്ലേ? യെസ്, മാപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ഇമേജ് അല്ലേ ഉള്ളൂ. -1 എത്ര ഇമേജാ? ഒറ്റ ഇമേജ് 1. 1 എത്ര ഇമേജാ? ഒറ്റ ഇമേജ് 1. 2 എത്ര ഇമേജാ? ഒറ്റ ഇമേജ് 4. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എക്സാക്ട്ലി 1 ഇമേജ് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ. Okay, yes, it is a function. Reason എന്താ? Every element in set A has exactly 1 image in B. എയിലുള്ള എല്ലാവർക്കും എക്സാക്ട്ലി ഒറ്റ ഇമേജ് മാത്രമേ ബിയിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത് ഫംഗ്ഷൻ ആയത്. സപ്പോസ് ഇനി ഇവിടെ നമുക്കിവിടെ എയിൽ 3 എന്ന് പറയുന്ന ഒരു എലമെന്റും കൂടെ എയിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, 3 എന്ന് പറയുന്ന ഒരു എലമെന്റും കൂടെ എവിടെ ഉണ്ടായിരുന്നു? എയിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 3ക്ക് നമുക്ക് ഏതെങ്കിലും പേര് കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഫംഗ്ഷൻ ആവോ? ഇല്ല. ഓക്കെ, സോ ഫംഗ്ഷൻ ആവണമെങ്കിൽ എയിലുള്ള എല്ലാവർക്കും എക്സാക്ട്ലി 1 ഇമേജ് ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ടേംസ്, നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പദങ്ങളാണ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഭയങ്കര അത്യാവശ്യമുള്ള കുറച്ച് പദങ്ങളാണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ പ്രീ ഇമേജ് അഥവാ ഇൻപുട്ട്. ഓക്കെ, പ്രീ ഇമേജ് എന്നും പറയാറുണ്ട്, ഇൻപുട്ട് എന്നും പറയാറുണ്ട്. എന്താണ് പ്രീ ഇമേജ് അഥവാ ഇൻപുട്ട് എന്ന് പറയുന്നത്? ഒരു റിലേഷനിലെ എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ അതിൽ ആദ്യത്തെ എലമെന്റിനെ പറയുന്ന പേരാണ് പ്രീ ഇമേജ്. ആദ്യത്തെ എലമെന്റ് ശ്രദ്ധിക്കുക, ആദ്യത്തെ എലമെന്റിനെ പറയുന്ന പേരാണ്. അപ്പൊ ഓർഡേർഡ് പെയർ എ ബി എന്ന് പറയുന്നതിൽ, ഓക്കെ, ഓർഡേർഡ് പെയർ എ ബി എന്ന് പറയുന്നതിൽ ആദ്യത്തെ എലമെന്റിനെയാണ് നമ്മൾ എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇൻപുട്ട് അഥവാ പ്രീ ഇമേജ്. ഓക്കെ, സോ നമ്മൾ പറയും പ്രീ ഇമേജ് ഓഫ് ബി എന്ന് പറയും. പ്രീ ഇമേജ് ഓഫ് ബി ഈസ് എ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ആ എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യാനാണ് എന്ത് വേർഡ് യൂസ് ചെയ്യുന്ന? പ്രീ ഇമേജ് അഥവാ ഇൻപുട്ട്. അടുത്തത് ഇമേജ് അഥവാ ഔട്ട്പുട്ട്.
ഇമേജ് അഥവാ ഔട്ട്പുട്ട് എന്തിനാ റെപ്രസെന്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? സെക്കൻഡ് എലമെന്റ്. ഓക്കെ, സെക്കൻഡ് എലമെന്റ് അഥവാ ബി. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്ത് പറയാം? ബി. ബീനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇമേജ് അഥവാ ഔട്ട്പുട്ട്. ഓക്കെ, സ്മോൾ ലെറ്റർ ബി ആണ്, ആ എലമെന്റ് ആണ് കേട്ടോ, അല്ലാതെ സെറ്റ് ഒന്നും അല്ല. ഓക്കെ, ക്ലാരിറ്റി ഉണ്ടാവണം. പ്രീ ഇമേജ്, ഇമേജ് എന്നൊക്കെ പറയുന്നത് ഓരോ ആൾക്കാരെയും പറയുന്നതാണ്, അല്ലാതെ സെറ്റിനെയാണോ കളക്ഷനെയാണോ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ എലമെന്റിനെ പറയുന്ന പേര് പ്രീ ഇമേജ് അഥവാ ഇൻപുട്ട്, രണ്ടാമത്തെ എലമെന്റിനെ പറയുന്ന പേര് ഇമേജ് അഥവാ ഔട്ട്പുട്ട്. ഇനി ആദ്യത്തെ എലമെന്റുകളുടെ എല്ലാവരുടെയും കൂടെ ഉള്ള കളക്ഷൻ. ഓക്കെ, അപ്പൊ ആദ്യത്തെ എലമെന്റുകളുടെ കളക്ഷൻ ആണ്. ആദ്യത്തെ എലമെന്റ് വന്ന സെറ്റ് അല്ല, ആദ്യത്തെ എലമെന്റുകൾ എല്ലാവരുടെയും കൂടെയുള്ള കളക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൊമെയിൻ. ഓക്കെ, സോ ആദ്യത്തെ എലമെന്റുകൾ എല്ലാവരെയും കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൊമെയിൻ. ഫംഗ്ഷന്റെ കേസിൽ ഡൊമെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായിട്ട് മാറും? ഫസ്റ്റ് സെറ്റ് ആയിട്ട് മാറും. നമ്മളുടെ പ്രീവിയസ് എക്സാമ്പിൾ നോക്കാം. പ്രീവിയസ് എക്സാമ്പിൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. നോക്കിക്കേ, ഇവിടുത്തെ ആദ്യത്തെ എലമെന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഡൊമെയിൻ അപ്പൊ എന്തായിരിക്കും? സെറ്റ് -1 1 2. കാരണം ഫംഗ്ഷൻ അല്ലേ ഇത്, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെറ്റ് ഡൊമെയിൻ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, സോ നമ്മളുടെ ഡൊമെയിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ആ ഒരു സെറ്റ് കഴിഞ്ഞ നേരത്തെ നോക്കി നമ്മൾ ആ സെറ്റ് നമുക്കൊന്ന് എഴുതാം. ജസ്റ്റ് ഒന്ന് ആ സെറ്റ് ഏതായിരുന്നു? സെറ്റ് ഓർഡേർഡ് പെയർ -1 1. ഓക്കെ, 1 1. അടുത്ത ഏതായിരുന്നു? 2 4. ഇതായിരുന്നു നമ്മളുടെ ഓർഡേർഡ് പെയർസിന്റെ കളക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്കറിയാം A to B ആയിരുന്നു നമ്മളുടെ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ബി എന്ന് പറയുന്ന സെറ്റ് എന്തായിരുന്നു? ബി എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡൊമെയിൻ എന്താണ്? ഡൊമെയിൻ പറയുമ്പോൾ നമ്മൾ ഏതെന്ന് നോക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. ഇവിടുത്തെ ആദ്യത്തെ എലമെന്റുകളുടെ കളക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ഡൊമെയിൻ എന്ന് പറയുന്നത്. സോ ഡൊമെയിൻ എന്ന് പറയുന്ന ഏത് സെറ്റാ? -1 1 2. ഓക്കെ, ഫംഗ്ഷന്റെ കേസിൽ ഡൊമെയിൻ എന്ത് തന്നെയായിട്ട് ആക്ട് ചെയ്യും? ഫസ്റ്റ് സെറ്റ് തന്നെയായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അടുത്ത റേഞ്ച് ഓഫ് ദ റിലേഷൻ. റേഞ്ച് എന്തിനാണ് നമ്മൾ റിലേഷന്റെ റേഞ്ച് എന്ന് പറയുന്നത്? സെക്കൻഡ് എലമെന്റ്സിന്റെ കളക്ഷനെയാണ്, അഥവാ സെറ്റ് ഓഫ് സെക്കൻഡ് എലമെന്റ്സിന്റെ റിലേഷൻ. ഓക്കെ, സെക്കൻഡ് എലമെന്റ്സ് അടങ്ങിയ സെറ്റിനെയാണ്, ഐ മീൻ അടങ്ങിയ സെറ്റ് അല്ല, സെക്കൻഡ് എലമെന്റ്സിന്റെ കളക്ഷൻ അതായിട്ട് വന്നിട്ടുള്ള സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന? റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സെക്കൻഡ് എലമെന്റ്സിന്റെ കളക്ഷൻ ആണ് എന്ത്? റേഞ്ച്. അപ്പൊ ഏതാണ്? 1 1 4. ഓക്കെ, 1 1 4 സെറ്റിലാണ്ട് റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ട. സോ 1 4 അതാണ് എന്തെന്ന് പറയുന്ന? റേഞ്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ കേസ്. ഇനി കോഡൊമെയിൻ ഓഫ് ദ റിലേഷൻ. ഒരു റിലേഷന്റെ കോഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച് വന്നിട്ടുള്ള സെറ്റ്. റേഞ്ച് വന്നിട്ടുള്ള സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോഡൊമെയിൻ. നമ്മൾ ഏത് സെറ്റിൽ നിന്നാണോ റേഞ്ചുകൾ എടുത്തിട്ടുള്ളത് ആ സെറ്റിനെ പറയുന്ന പേരാണ് എന്ത്? കോഡൊമെയിൻ. ഓക്കെ, അഥവാ നമ്മൾ A to B ആണ് പറയുന്നതെങ്കിൽ സെക്കൻഡ് സെറ്റ് ബിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഡൊമെയിൻ. സോ ഇവിടുത്തെ നമ്മളുടെ കോഡൊമെയിൻ എന്തായിരിക്കും? ഇത് വന്നിട്ടുള്ള എവിടെ നിന്നാ? ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്നാണ് അല്ലേ? സോ കോഡൊമെയിൻ എന്താണ്? സെറ്റ് 1 2 3 4. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ പ്രീ ഇമേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് ആണ്, ഇമേജ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെന്റ് ആണ്, ഡൊമെയിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ്സിന്റെ കളക്ഷൻ ആണ്, റേഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ് എലമെന്റ്സിന്റെ കളക്ഷൻ ആണ്, കോഡൊമെയിൻ എന്ന് പറയുന്നത് ഹോൾ സെക്കൻഡ് സെറ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് കംപ്ലീറ്റ് ആയ ഒരു സെക്കൻഡ് സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഡൊമെയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയൽ ഫംഗ്ഷൻസ്. അതിന് മുമ്പ് റിയൽ ഫംഗ്ഷൻസ് എന്താണ്? ഏതെങ്കിലും ഒരു സെറ്റിന്റെ ഓക്കെ റേഞ്ച് റിയൽ ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ്. ഓക്കെ, ഏതെങ്കിലും ഒരു സെറ്റിന്റെ റേഞ്ച് റിയൽ ആണെങ്കിൽ, റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇത്? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ഇനി അതിന്റെ ഡൊമെയിനും കൂടെ റിയൽ ആണ്. ഓക്കെ, റിയലോ അതിന്റെ സബ്സെറ്റോ ആണ്. ഓക്കെ, അപ്പോൾ ഡൊമെയിനും റേഞ്ചും ഒക്കെ റിയലോ അതിന്റെ സബ്സെറ്റോ ആണെങ്കിൽ ആ സെറ്റിനെ വിളിക്കുന്ന, ആ ഒരു റിലേഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിയൽ ഫംഗ്ഷൻസ്. ഓക്കെ, ആ ഒരു ഫംഗ്ഷൻ, റിലേഷനിലെ ഫംഗ്ഷൻ. ഓക്കെ, അങ്ങനെയുള്ള ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് റിയൽ ഫംഗ്ഷൻ. അങ്ങനെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റിയൽ ഫംഗ്ഷൻസ് ആണ് നമ്മൾ ഇത് കിട്ടിലായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഡൊമെയിന്, റേഞ്ച്, കോഡൊമെയിന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ഫംഗ്ഷൻ ആയിട്ട് എടുത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, അതെന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ജസ്റ്റ് ആ ഒരു വീഡിയോ, നമ്മുടെ തേർഡ് വീഡിയോയിൽ എൻഡിങ്ങിലായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെടുത്ത് വെച്ച് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽഡ് പറഞ്ഞിട്ടുണ്ട്. ഈവൻ ഇത് വെച്ച് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന ഡാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കിടിലായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് ആണ്. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്?
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് തന്നെ വരും. ഓക്കെ, അതിനെയാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഗ്രാഫ് കാണുക. അടുത്ത കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ്, അങ്ങനെ വരുന്ന ഫംഗ്ഷനാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സം പോളിനോമിയൽ. ഓക്കെ, പോളിനോമിയൽ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സിന്റെ ഹോൾ പവേഴ്സ് ആയിട്ട് എഴുതുന്ന എക്സ്പ്രഷനാണ് എന്തെന്ന് പറയുന്നത്, പോളിനോമിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻ അതിൽ നമ്മൾ ഇതെന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണ്. പിന്നെ ക്യൂബിക്കും നമ്മൾ ആ വീഡിയോയിൽ കാണുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിച്ച റാഷണൽ ഫംഗ്ഷൻസ്. എന്താണ് റാഷണൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്? ന്യൂമറേറ്ററും ഒരു ഫംഗ്ഷൻ ആയിരിക്കും, പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരിക്കും, ഡിനോമിനേറ്ററും മറ്റൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരിക്കും. അങ്ങനെ എഴുതുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മളിവിടെ ഗ്രാഫിൽ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ആണ്, 1/x. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ആണ് നമ്മളുടെ ഗ്രാഫിൽ തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ പഠിച്ചത് മോഡുലസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, മോഡുലസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് എക്സ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന മോഡുലസ് ഫംഗ്ഷൻ. അതായത് അതിന്റെ ചിഹ്നത്തിന്റെ പ്രസക്തിയിൽ എപ്പോഴും നമ്മൾ എന്ത് വാല്യൂ എടുക്കുള്ളൂ? പോസിറ്റീവ് ആയിട്ട് മാത്രമേ വാല്യൂ എടുക്കത്തുള്ളൂ. ഓക്കെ, അടുത്തത് സൈനം ഫംഗ്ഷൻ. ഓക്കെ, അവിടെ നമുക്ക് കഴിഞ്ഞതിൽ മോഡുലസിന് നമുക്ക് സൈൻ ഇമ്പോർട്ടൻ്റ് ഇല്ലെങ്കിൽ ഇവിടെ എന്തിനു മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ? സൈനിന് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. പോസിറ്റീവ് ആണെങ്കിൽ എപ്പോഴും 1 ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ എപ്പോഴും -1 ആയിരിക്കും. ഓക്കെ, ഇനി 0 ആണെങ്കിൽ 0 ആയിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത, സൈനം ഫംഗ്ഷന്റെ പ്രത്യേകത. അടുത്ത് നമ്മൾ പഠിച്ചതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഓക്കെ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ അതായത് എന്താണത്? അത് തൊട്ട് മുമ്പുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻറ്റിജർ ആണ് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. അതായത് 1.7 1.8 ഒക്കെ എടുത്താലും നമുക്ക് എന്തേ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുള്ളൂ? 1 കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കുറച്ച് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ വീഡിയോയിലുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കാണുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത നമ്മൾ എന്താ പഠിച്ചേ? ആൽജിബ്ര ഓഫ് റിയൽ ഫംഗ്ഷൻസ്. ഓക്കെ, നമ്മൾ നോർമൽ ആൽജിബ്രായിക് ഓപ്പറേഷൻസ് തന്നെയാണ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഓക്കെ, അതെല്ലാം ഫംഗ്ഷനിൽ വന്നാൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ആക്ച്വലി അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആയാലും നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഇനി അഥവാ ഡിവിഷൻ ആയാലും എല്ലാം എന്ത് ചെയ്താൽ മതി? ആ ഫംഗ്ഷനുകളെ സെപ്പറേറ്റ് അതിന്റെ വാല്യൂസുകളെ തമ്മിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വാല്യൂസ് തമ്മിൽ ചെയ്താൽ മതി, അഡീഷൻ. സബ്ട്രാക്ഷൻ അതുപോലെ എന്താണ്? എഫ് മൈനസ് ജി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്. അടുത്ത് ആൽഫ എഫ് അഥവാ നമുക്കൊരു സം സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, സം സ്കെയിലാർ ആൽഫ ഇൻറ്റു എഫ് എന്ന് പറയുന്നത് എന്താണ്? ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ആ ഫംഗ്ഷന്റെ വാല്യൂ ആയിട്ട് ആൽഫ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. അടുത്ത് നോർമൽ മൾട്ടിപ്ലിക്കേഷൻ, ഇതിന് ആക്ച്വലി പോയിന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അതെന്താണ്? ഫംഗ്ഷൻ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം അതിന്റെ വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എഫ് ഓഫ് എക്സ് ടൈംസ് ജി ഓഫ് എക്സ് ചെയ്താൽ മതി. ഇനി കോഷ്യന്റ് ഓഫ് ടു റിയൽ ഫംഗ്ഷൻ, അതായത് നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, എഫ് ബൈ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് വാല്യൂസ് തമ്മിൽ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ് എന്നുള്ളത് ഉറപ്പാക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ചോദ്യം ഉണ്ട്. ഇതിൽ നമുക്ക് ആൽജിബ്രായിക് ഓപ്പറേഷൻസ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 3x. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്തായിരിക്കും നോക്കാം. എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഔട്ട്പുട്ട് വാല്യൂസ് തമ്മിൽ ചെയ്താൽ മതി അല്ലേ? സോ അതെന്തായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് എക്സ്, അഥവാ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടും എക്സ് സ്ക്വയർ പ്ലസ് 4x എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഞാൻ ഇവിടെ ഈക്വൽ ടു ഇട്ട് എഴുതാനേ. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് എക്സ് എങ്ങനെ വരും? എക്സ് സ്ക്വയർ പ്ലസ് 2x എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ബൈ സം സ്കെയിലാർ. ഞാൻ ഒരു സ്കെയിലാർ ആയിട്ട് ആൽഫ ആയിട്ട് എത്ര എടുക്കാം? നമുക്കൊരു സ്കെയിലാർ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. 5 എന്ന് പറഞ്ഞ് എടുക്കരുത് വിചാരിക്കുക. ഓക്കെ, സോ 5f ഓഫ് എക്സ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 5 കൊണ്ട് ഫംഗ്ഷൻ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 3x ആണ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 5x സ്ക്വയർ പ്ലസ് 15x എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു റിയൽ ഫംഗ്ഷൻസ്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നോക്കിക്കേ. സോ നമുക്ക് എന്താണ്? എഫ് ജി ഓഫ് എക്സ്. ഓക്കെ, എഫ് ജി ഓഫ് എക്സ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ്? എഫ് മൈനസ് ജി ഓഫ് എക്സ്. ഓക്കെ,
സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? സെപ്പറേറ്റ് ആ ഫംഗ്ഷൻസിന്റെ വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എക്സ് സ്ക്വയർ പ്ലസ് 3x ടൈംസ് എക്സ്, അഥവാ നമുക്ക് എന്ത് കിട്ടും? എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത് ജി ഓഫ് എക്സ്, എഫ് ബൈ ജി ഓഫ് എക്സ്. ഓക്കെ, കോഷ്യന്റ് അതെങ്ങനെയാണ്? എഫ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ തമ്മിൽ ഫംഗ്ഷൻസിന്റെ ഔട്ട്പുട്ട് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. സോ നമുക്ക് കിട്ടും എക്സ് സ്ക്വയർ പ്ലസ് 3x ബൈ എക്സ് ആണ്. ഓക്കെ, ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ കിട്ടും? എക്സ് പ്ലസ് 3 എന്ന് പറഞ്ഞ് കിട്ടും. പക്ഷെ എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം? ഡിനോമിനേറ്ററിലുള്ള എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകണം. സോ എക്സ് കനോട്ട് ബി ഈക്വൽ ടു 0 എന്നുള്ളത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മളുടെ ആദ്യത്തെ ചോദ്യം, ഇഫ് a equals set 1 2 3, b equals set 1 4, then the number of subsets of a cross b is. ഓക്കെ, അപ്പോ നമ്മുടെ ആദ്യത്തെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ള 2024 ചോദ്യമാണ്. ഓക്കെ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതാനാണോ ചോദിച്ചിട്ടുള്ളത്? അല്ല, പകരം നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി, എ ക്രോസ് ബിയിൽ വരാൻ പറ്റുന്ന സബ്സെറ്റുകളുടെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് അവിടെ എന്ത് ചെയ്താൽ മതി? എ ക്രോസ് ബിയിൽ എത്ര സബ്സെറ്റ് വരും എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. എ ക്രോസ് ബിയിലെ സബ്സെറ്റുകളുടെ എണ്ണം നമ്മൾ എങ്ങനെയാ പഠിച്ചത്? എ ക്രോസ് ബി സബ്സെറ്റ്സ് ഓഫ്, ഓക്കെ, സബ്സെറ്റ്സ് ഓഫ് സബ്സെറ്റ്സ് നമ്പർ ഓഫ്, ഓക്കെ, number of subsets of A cross B equals 2 raised to mn ആണ്. Where നമുക്കറിയാം where m equals n of A and n equals n of B. അപ്പോൾ n of A യിലെ n of B യിലെ ആൾക്കാരുടെ പ്രൊഡക്റ്റ് 2 raised to mn ആണ്. എന്ത്? A cross B യിലെ സബ്സെറ്റുകളുടെ എണ്ണം. A cross B യിലെ എലമെന്റുകളുടെ എണ്ണം എന്താണ്? mn ആണ്. n of A times n of B ആണ്. 2 raised to അത് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ സബ്സെറ്റുകൾ എണ്ണം. കഴിഞ്ഞ സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ച പവർ സെറ്റിന്റെ സെയിം കോൺസെപ്റ്റ് ആണ്. A cross B യിൽ mn എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന്റെ സബ്സെറ്റുകൾ എത്ര എണ്ണം ഉണ്ടാകും? 2 raised to mn എലമെന്റ്സ് ഉണ്ടാകും. ആ കോൺസെപ്റ്റ് ആണ് ഇവിടെയും വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നമുക്ക് എന്ത് പറയാം? n of A എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 3 ആണ്. n of B എന്ന് പറയുന്നത് എത്രയാണ്? നോക്കിക്കേ, n of B equal to 2 ആണ്. അങ്ങനെയാണെങ്കിൽ n of A cross B എത്രയായിരിക്കും? n of A cross B ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നത് എല്ലാ പ്രാവശ്യവും സബ്സെറ്റ് തന്നെ ചോദിക്കണമെന്നില്ല. A cross B യിലെ എണ്ണം ഒക്കെ ചോദിക്കും. അപ്പൊ അതിൽ എല്ലാ പാർട്ടും കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നു. ഓക്കെ, അപ്പൊ n of A cross B എത്രയാണ്? 3 times 2 ആണ്, 6 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എത്രയായിരിക്കും? സബ്സെറ്റ്സ് ഓഫ് A cross B. A cross B യിലെ സബ്സെറ്റുകളുടെ എണ്ണം എത്രയായിരിക്കും? 2 raised to 6 ആയിരിക്കും. ഇവിടെ 2 raised to 6 എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഓപ്ഷൻ ആയിട്ടുള്ളതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 raised to 6 എഴുതാം. ഇനി 2 raised to 6ന്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ അതും എഴുതാം. 2 raised to 6 എന്ന് പറയുന്നത് 64 ആണ്. ഈക്വൽ ടു 64 ഇട്ട് എഴുതിയാലും ഒരു പ്രശ്നമില്ല. പക്ഷെ നമുക്ക് ഇവിടെ ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിന് ഓപ്ഷനിൽ ഏതാണ് നടക്കുന്നത്? 2 raised to 6 ആണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 2 raised to 6 ആണ്. അടുത്ത ചോദ്യത്തിലേക്ക്. ഇത് 2024 ചോദ്യമാണ്. നമ്മൾ ജസ്റ്റ് ആ ഒരു ആക്ച്വലി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഏകദേശം ആ ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അതിൽ ചിലപ്പോൾ ചില വലിയ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വരുന്നതിനനുസരിച്ച് അത് മാറുന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നോക്കിക്കുക, നമ്മൾ ആദ്യം എന്ത് പഠിച്ചു? A cross B നെ പറ്റി പഠിച്ചു, അത് കണക്ട് ചെയ്യുന്ന ചോദ്യം കണ്ടു. പിന്നെ എന്താണ്? ഓർഡേർഡ് പെയർസിനെ പറ്റി പറഞ്ഞു, അത് കണക്ട് ചെയ്യുന്ന ചോദ്യം നമുക്കിപ്പോ കാണാൻ പറ്റി അല്ലേ? അപ്പൊ അങ്ങനെ എങ്ങനെ വരും നോക്കിക്കേ. ഓർഡേർഡ് പെയർസ് ഈക്വൽ ആകണമെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതാത് പൊസിഷനിൽ വരുന്നത്, അതായത് ആദ്യത്തെ ആളുമായിട്ട് ഈക്വൽ ആകണം, രണ്ടാമത്തെ ആളുമായിട്ട് ഈക്വൽ ആകണം. ഓക്കെ, അപ്പൊ ആരുമായിട്ട് ഈക്വൽ ആകണം? x/3 + 1 - 2/3 ഈക്വൽ ആകണം. അപ്പൊ അത് എഴുതാം, x/3 + 1 = -2/3. എങ്ങനെ വരും മക്കളെ? ഇത് നമുക്ക് സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യാം? 1 അപ്പുറത്ത് പോകുമ്പോൾ -1 ആകും. ഓക്കെ, സോ x/3 = -2/3 - 1 +1 അപ്പുറത്ത് പോകുമ്പോൾ -1 ആയി. ഇവിടെ നിങ്ങൾ ക്രോസ് ചെയ്യുക. അപ്പൊ x/3 = ഓക്കെ, ക്രോസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -2 - 3/3 അഥവാ -5/3. 3 അപ്പുറത്തോട്ട് പോകുമ്പോൾ
മൾട്ടിപ്ലിക്കേഷൻ ആകും. x ഈക്വൽസ് -5/3 ടൈംസ് 3 എന്നൊക്കെ വെട്ടിപ്പോകും. 3യും 3യും ക്യാൻസൽ ആയി പോകും. എന്നിട്ട് എന്ത് കിട്ടും? -5. സോ എക്സിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? -5 ആണ്. ഇനി അതുപോലെ അടുത്തിന് ഏത് കണ്ടുപിടിക്കാം? y കണ്ടുപിടിക്കാം. y കണ്ടുപിടിക്കാൻ എന്താ തന്നിട്ടുള്ളത്? y - 2/3 ഈക്വൽസ് 2/3 എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, y - 2/3 ഈക്വൽസ് 2/3. -2/3 അപ്പുറത്ത് പോകുമ്പോൾ എന്താകും? പ്ലസ് ആകും. സോ y ഈക്വൽസ് 2/3 പ്ലസ് 2/3. 2/3 പ്ലസ് 2/3 എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതിയാകും. സോ 4/3 എന്ന് പറഞ്ഞു കിട്ടും. y ഈക്വൽസ് സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടിയില്ലേ മക്കളെ? നോക്കിക്കേ, y ഈക്വൽസ് 4/3. അപ്പോ ഇത്രയേ ഉള്ളൂ. x എന്ന് പറയുന്ന -5 ആണ്, y എന്ന് പറയുന്ന 4/3 ആണ്. x ന് -5 ഇവിടെ കൊടുത്തു നോക്കിക്കേ. -5/3 പ്ലസ് 1 -5 പ്ലസ് 3 എന്ന് പറയുന്ന -2/3 ആണ് കിട്ടി. ഇനി y ക്ക് 4/3 കൊടുത്തേ. 4/3 - 2/3 എന്താണ്? 2/3 ആണ്. കറക്റ്റ് ആയിട്ട് അത് കിട്ടിയല്ലോ. യെസ്, ഇത്രയേ ഉള്ളൂ. അടുത്തത്, draw the graph of the function f from r minus set 0 to r defined by f of x equals 1/x. റെസിപ്രോക്കലിന്റെ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞത്. റെസിപ്രോക്കലിന്റെ ഗ്രാഫ് നമുക്ക് സിമ്പിൾ ആയിട്ട് വരയ്ക്കാം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ നമുക്ക് റെസിപ്രോക്കൽ ആയിട്ട് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. അന്ന് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ വേറെ ടൈപ്പ് ഓഫ് ഗ്രാഫുകളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഗ്രാഫിന്റെ ടേബിൾ ഒന്ന് വരച്ചു വെക്കാം. ഒരു -3 to 3 വരെ നമ്മൾ വാല്യൂസും എഴുതി വെക്കാം. അപ്പൊ നമുക്ക് ഗ്രാഫിന്റെ ഏകദേശം ഇങ്ങോട്ട് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കാര്യങ്ങൾ കിട്ടും. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, എക്സ് എഫ് ഓഫ് എക്സ് ഇങ്ങനെ വരും. -3 -2 -1 0 1 2 3. ഓക്കെ, ഇത് റെസിപ്രോക്കലിന്റെ ആണ്. റെസിപ്രോക്കലിന്റെ ഗ്രാഫ് നമ്മൾ ഡയറക്റ്റ് പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ വരും? -1/3 അല്ലേ? f of x എന്ന് പറഞ്ഞാൽ 1/3 ആണ്. സോ -1/3. ഓക്കെ, -1/3 എന്ന് പറഞ്ഞാൽ എന്താ? -0.3333 എന്ന് പൊക്കോണ്ടിരിക്കും. ഓക്കെ, അടുത്ത് എന്ത് വരും? -2/3 എന്ത് വരും? 0.6666 എന്ന് നെഗറ്റീവ് ഉണ്ട്. -0.666 എന്ന് പറഞ്ഞ് പൊക്കോണ്ടിരിക്കും. ഇനി അടുത്ത് -1 എന്ത് വരും? സോറി, 1/3 1/3 ഇത് 1/2 അല്ലേ? മാറിപ്പോയതാണേ. അപ്പൊ ഇതെങ്ങനെ വരും? റെസിപ്രോക്കൽ അല്ലേ? അപ്പൊ ഇതെങ്ങനെ വരും? -1/2 വരും, അഥവാ -0.5 വരും. അടുത്ത് 1 വരുമ്പോ എങ്ങനെ വരും? -1 വരുമ്പോ 1 -1/1 വരും, അഥവാ 1 വരും, -1 വരും. ഇനി 0 വരുമ്പോഴോ? 0 വരുമ്പോ നോട്ട് ഡിഫൈൻഡ് ആണ്, പൊക്കോണ്ടിരിക്കും. അപ്പൊ 0യുടെ അടുത്ത വാല്യൂസ് നോക്കുക. 0യുടെ അടുത്ത വാല്യൂസ് നമുക്ക് നോക്കുമ്പോ എങ്ങനെ വരും മക്കളെ? 0യുടെ അടുത്ത വാല്യൂസ് വരുമ്പോ ഇവിടെ നമുക്ക് 0ക്ക് ഡിഫൈൻ അല്ല, അപ്പൊ അത് പറയാൻ പറ്റില്ല. സോ -0.5 0.5 കൂടെ നോക്കാം. ആ വരുന്ന ഒരു വ്യത്യാസം കാണിക്കാനാണ് കേട്ടോ. ഞാൻ ഒരു കാര്യം കൂടി ചെയ്യാം. -0.25 ചെയ്യാം, 0 ചെയ്യാം, 0.25 ചെയ്യാം, 0.5 ചെയ്യാം. നമുക്കൊരു 2 വരെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ വരും? കുറച്ചുകൂടെ ഐഡിയ കിട്ടാൻ വേണ്ടി, ഗ്രാഫിന്റെ ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഈ ടേബിൾ വരച്ചത്. നമുക്ക് ഈ ടേബിൾ വരയ്ക്കേണ്ട. റെസിപ്രോക്കലിന്റെ ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മൾ ഡയറക്റ്റ് പഠിച്ചിട്ടുണ്ട്. അതങ്ങ് വരച്ച് വെച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ടേബിൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ. കാരണം നിങ്ങൾക്ക് റെസിപ്രോക്കലിന്റെ ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇനിയിപ്പോ അല്ലാത്തവർക്കൊക്കെയാണ് വരുന്നെങ്കിൽ എങ്ങനെ വരയ്ക്കണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അടുത്ത് 0.5 1 2 3 വരുമ്പോ എങ്ങനെ നോക്കാം. 0 വരില്ലല്ലോ, 0 വരച്ചു അല്ലേ? ഓക്കെ, അടുത്ത് എങ്ങനെ വരും? -1/2 അല്ലേ? 1 - 1/2 എന്ന് പറയുമ്പോൾ എത്ര വരും? അതിന്റെ റെസിപ്രോക്കൽ -2 ആണ്. ഇവിടെ വരുമ്പോഴോ -1/4 ആണ്. അതിന്റെ റെസിപ്രോക്കൽ -4 ആണ്. ഇവിടെ വരുമ്പോഴോ 4 വരും, ഇത് 2 വരും, 1 വരും, 0.5 വരും, 0.333 വരും. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകും 0യോട് അടുക്കുമ്പോൾ വാല്യൂ നെഗറ്റീവ് ഇൻഫിനിറ്റിയും പോസിറ്റീവ് ഇൻഫിനിറ്റിയും പോകുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ 0യോട് അടുക്കുന്നുണ്ട്. അപ്പൊ ഗ്രാഫ് എങ്ങനെയാ മക്കളെ വരുന്നത്? നോക്കിക്കേ, നമ്മുടെ റെസിപ്രോക്കലിന്റെ ഗ്രാഫ് ആക്ച്വലി ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അത് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ 0യോട് അടുക്കുമ്പോൾ, ഓക്കെ, 0യോട് അടുക്കുമ്പോൾ എക്സ് വാല്യൂ 0യോട് അടുക്കുമ്പോൾ y വാല്യൂ എന്ത് വരും?
ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഓക്കെ, y വാല്യൂ എന്ത് വരും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. എന്നിട്ട് 1 എത്തുമ്പോൾ 1 വരും, എന്നിട്ട് അങ്ങോട്ട് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഈ ഒരു മോഡലിലാണ് വരുന്നത്. അടുത്തത് ഇവിടെ സെയിം ഇത് തന്നെ, നെഗറ്റീവ് സീറോയോട് അടുക്കുമ്പോൾ എന്ത് വരും? നെഗറ്റീവ് ഇൻഫിനിറ്റിയോട് പോകും. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും. ഈ ഒരു മോഡലിലാണ് നമ്മളുടെ റെസിപ്രോക്കൽ ഫംഗ്ഷന്റെ ഗ്രാഫ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ഡൊമൈൻ റേഞ്ച് ഒക്കെ വേണമെങ്കിൽ പറയാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് വാല്യൂ വരാൻ പറ്റാത്ത ആളാണ്. എക്സ് വാല്യൂയിൽ ആര് വരാൻ പറ്റൂല? 0 വരാൻ പറ്റൂല. അപ്പൊ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? y വാല്യൂന് വരാൻ പറ്റാത്ത, y വാല്യൂന് ആര് വരാൻ പറ്റൂല? 0 വരാൻ പറ്റൂല. ഓക്കെ, അപ്പോ y വാല്യൂ എന്താണ്? r മൈനസ് സെറ്റ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. Find the domain and range of f of x equals root 9 minus x square. അപ്പൊ നമുക്ക് ഇതിന്റെ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ടെക്സ്റ്റിലുള്ള അതേ ചോദ്യം അല്ലേ? ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് ഡൊമൈൻ എന്ന് പറയുന്നത്? എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്, ഓക്കെ, ഇൻപുട്ട് വാല്യൂസിന്റെ കളക്ഷനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എഴുതാൻ ചോദിച്ചാൽ എക്സിന് പോസിബിൾ ആയിട്ട് പറ്റുന്ന വാല്യൂകളെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാലോ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നതിന്റെ കളക്ഷനാണ് റേഞ്ച്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും? അതായത് ഔട്ട് വരാൻ പറ്റുന്ന, അതായത് എഫ് ഓഫ് എക്സിന് വരാൻ പറ്റുന്ന വാല്യൂസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. സോ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സിന് വരാൻ പറ്റുന്ന വാല്യൂസ്, റേഞ്ച് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിന് വരാൻ പറ്റുന്ന വാല്യൂസ്. നമുക്കറിയാം റൂട്ടിന്റെ അകത്ത് എപ്പോഴും എന്ത് മാത്രമേ പോസിബിൾ ആകുള്ളൂ? റിയൽ വാല്യൂസ് വരണമെങ്കിൽ റൂട്ടിന്റെ അകത്ത് പോസിറ്റീവ് അല്ലെങ്കിൽ 0 വന്നാലേ പറ്റുള്ളൂ. റൂട്ടിന്റെ അകത്ത് വരുന്ന ആള് എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകണം. ലെസ് ദാൻ 0 നെഗറ്റീവ് ആയാൽ, റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നാൽ അതിന് നമുക്ക് റിയൽ സൊല്യൂഷൻ പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ റൂട്ട് 9 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിന്റെ അകത്ത് വരുന്ന 9 മൈനസ് എക്സ് സ്ക്വയർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? 9 മൈനസ് എക്സ് സ്ക്വയർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഇതിൽ നമുക്ക് എന്ത് പറയാം? 9 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ. മൈനസ് എക്സ് സ്ക്വയർ അപ്പുറത്ത് പോയപ്പോൾ എക്സ് സ്ക്വയർ ആയി. ഇവിടെ നമുക്ക് എന്ത് പറയാം? എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് ഓഫ് 3. ഓക്കെ, അബ്സല്യൂട്ട് ഓഫ് റൂട്ട് ആണ് നമ്മൾ എടുക്കുന്നത്. കാരണം നമ്മൾ ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ 3 മാത്രം എടുത്താൽ, ഓക്കെ, 3 സ്ക്വയർ ആണ് എന്ത് 9 എന്ന് പറയുന്നത്. സോ റൂട്ട് എടുക്കുമ്പോൾ 3 മാത്രം എടുത്താൽ പറ്റത്തില്ല, കാരണം നെഗറ്റീവ് 3 വരും. അപ്പൊ നമ്മൾ അബ്സല്യൂട്ട് ഓഫ് ആണ് എടുക്കുന്നത്. ഇനി എക്സ് എ അബ്സല്യൂട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് ബി എന്ന് പറഞ്ഞാൽ, ഓക്കെ, എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ, അതിന്റെ ചിഹ്നം മാറ്റി കഴിഞ്ഞാൽ നമ്പർ ഇതിനെക്കാട്ടി വലുതായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഏതിന്റെയൊക്കെ ഇടയ്ക്കായിരിക്കണം? മൈനസ് ബിക്കും പ്ലസ് ഡിക്കും ഇടയ്ക്കായിരിക്കണം ബി വരേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? -3 ലെസ് ദാൻ ഓർ ഈക്വൽസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽസ് 3 എന്ന് പറയാം. ഓക്കെ, അപ്പൊ എക്സ് വരേണ്ടത് -3ക്കും 3ക്കും ഇടയ്ക്കാണ്. അല്ലാതെ 3യെക്കാട്ടി വലുത് വന്നാൽ, 3യെക്കാട്ടി വലുത് വന്നാൽ നമുക്കറിയാം എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 9നെക്കാട്ടി വലുത് വരും. പോസിറ്റീവ് മൈനസ് നെഗറ്റീവ്, അപ്പൊ വലുതിന്റെ ചിഹ്നം വേണം കൊടുക്കാം. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ചിഹ്നം അതിന് പോകും. അപ്പൊ അതെന്താകും? 0നെക്കാട്ടി നെഗറ്റീവ് വാല്യൂയിലോട്ട് പോകും. നെഗറ്റീവ് വാല്യൂസിന്റെ റൂട്ട് നമുക്ക് ഫംഗ്ഷൻ പറയാൻ പറ്റില്ല. അപ്പൊ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എക്സിന് വരാൻ പറ്റുന്ന വാല്യൂസ് ആണ്. എക്സിന് വരാൻ പറ്റുന്ന വാല്യൂസ് ഏതാണ്? -3ക്കും 3ക്കും ഇടയ്ക്കാണ്. സോ നമുക്ക് പറയാം ഡൊമൈൻ, ഓക്കെ, ഡൊമൈൻ ഈക്വൽസ് ക്ലോസ്ഡ് ഇന്റർവൽ -3 to 3. ഓക്കെ, -3യും 3യും ക്ലോസ്ഡ് ഇന്റർവെലിന്റെ അകത്ത് വരുന്നതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് നോക്കണം? റേഞ്ച് നോക്കണം. റേഞ്ച് നോക്കാൻ നമ്മൾ നോക്കുന്നത് y വാല്യൂവിന് വരാൻ പറ്റുന്ന വാല്യൂസ് ആണ്. നമുക്കറിയാം എക്സിന് -3യും 3യും വരെ അതിന്റെ ഇടയ്ക്കേ വരാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് y വാല്യൂ കണ്ടുപിടിക്കാൻ ആദ്യം എന്ത് നോക്കാം? f of -3 നോക്കാം. f of -3 എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 9 മൈനസ് -3 സ്ക്വയർ. ഓക്കെ, റൂട്ട് 9 മൈനസ് 9 വരും. അത് എത്ര വരും? 0 വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ f of 3 എത്ര വരും? f of 3 നമ്മൾ എടുത്ത് നോക്കുമ്പോൾ, അതായത് നമുക്ക് ഇവിടെ നിന്ന് എൻഡ് പോയിന്റുകൾ വാല്യൂ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെയുള്ള ആ ഒരു ഗ്രാഫിക്കൽ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ
മൈനസ് 9 എത്ര വരും? 0 വരും. അപ്പൊ നമുക്ക് എൻഡ് പോയിന്റുകളിൽ സെയിം വാല്യൂ ആണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, -3 കൊടുത്താലും 3 കൊടുത്താലും സെയിം വാല്യൂ ആണ് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ മിഡിലായിട്ടായിരിക്കും ആര് വരുന്നത്? മാക്സിമം വാല്യൂ വരുന്നത്. കാരണം നമുക്ക് സ്ക്വയർ ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഒരു കർവ് ഷേപ്പ് ആണ്. ഓക്കെ, ഇങ്ങനെ നമുക്കിങ്ങനെ കർവ് ആയിട്ട് പോയിട്ട് വരുന്നൊരു മോഡലാണ്. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ എൻഡ് പോയിന്റുകള് സെയിം വാല്യൂയിലോട്ടാണ് എഫ് ഓഫ് എക്സിലോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ മിനിമമോ മാക്സിമമോ വരുന്നത് എന്തായിരിക്കും? ഇതിന്റെ നടുക്ക് വരുന്ന ആളായിരിക്കും. വെർട്ടെക്സ് വരുന്നതിന്റെ നടുക്കായിരിക്കും. അപ്പൊ അങ്ങനെ മിഡിലാണ് നോക്കുന്നത്. നമുക്കറിയാം -3ക്കും 3ക്കും നടുക്ക് ആരാ വരുന്നത്? 0 ആണ് വരുന്നത് അല്ലേ? -3 + 3/2 മിഡിൽ വരുന്ന വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് നോക്കാം? എഫ് ഓഫ് 0 നോക്കാം. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 9 - 0 സ്ക്വയർ റൂട്ട് 9. ഓക്കെ, റൂട്ട് 9 ആണ് വരുന്നത്. ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് എടുക്കുള്ളൂ? പോസിറ്റീവ് എടുക്കുള്ളൂ. അല്ലെങ്കിൽ ഒരാൾക്ക് തന്നെ രണ്ട് ഔട്ട്പുട്ട് വരുന്ന രീതിക്കായി മാറും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പോസിറ്റീവ് എടുക്കുള്ളൂ. സോ ഇവിടെ കിട്ടുന്ന വാല്യൂ എത്രയാ? 3 ആണ്. അപ്പൊ നമുക്ക് പറയാം മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ 3 ആണ് വരുന്നത്. സോ റേഞ്ച് എങ്ങനെയായിരിക്കും വരുന്ന? റേഞ്ച് എന്ന് പറയുന്നത് ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് എന്ത് പറയാം? എഫ് ഓഫ് എക്സിന്റെ മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ 3 ആണ്. അപ്പൊ നമുക്ക് പറയാം 0 ≤ എഫ് ഓഫ് എക്സ് ≤ 3 എന്ന് പറയാം. ഇനി ഇവിടെ നമുക്ക് റേഞ്ച് എന്ത് പറയാം? റേഞ്ച് ഈക്വൽസ് ക്ലോസ്ഡ് ഇന്റർവെൽ 0 to 3. ഓക്കെ, ക്ലോസ്ഡ് ഇന്റർവെൽ 0 to 3 ആണ് വരുന്നത്. അപ്പൊ ഡൊമെയ്ൻ -3 to 3 ആണ്. റേഞ്ച് എന്ന് പറയുന്നത് 0 to 3 ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഇത് നമ്മൾ 2023 ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നമ്മളുടെ ഓർഡേർഡ് പെയർ ഈക്വൽസ് ദിസ് ആണെങ്കിൽ, നേരത്തെ നമ്മൾ ചെയ്ത സെയിം മോഡൽ അല്ലേ? സെയിം, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്പർ പോലും ഏകദേശം സെയിം ആണ്. എക്സാക്ട് ആണെന്ന് പറയുന്നില്ല, ബട്ട് ഏകദേശം, അത് കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആണ് അല്ലേ? അപ്പം നമുക്ക് ഒരേ ചോദ്യങ്ങളാണ് അവർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനുള്ളൊരു ഐഡിയ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓർഡേർഡ് പെയർ ആയിട്ട് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആകണം. അപ്പൊ എന്തൊക്കെ ഈക്വൽ ആകണം? x/2 + 1 should be equal to 5/2 ആയിരിക്കും. 1 അപ്പുറത്ത് പോകുമ്പോൾ -1 വരും. നേരത്തെ പോലെ തന്നെ x/2 = 5/2 - 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അപ്പൊ എന്ത് വരും? 5 - 2/2 വരും. x/2 = 5 - 2 3/2 ആകും. ഓക്കെ, x = 3/2 × 2. എന്തെങ്ങനെ? 2 2 ക്യാൻസൽ ആയി പോകും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് എന്ത് കിട്ടും? x = 3. ഓക്കെ, ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? y കണ്ടുപിടിക്കണം. ഇതുപോലെ തന്നെ y - 1/3 ഈക്വൽസ്, ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ് ആണ്, കറസ്പോണ്ടിങ് സെക്കൻഡ് എലമെന്റ് ഈക്വൽ ആയിരിക്കും 8/3. -1/3 അപ്പുറത്ത് പോകുമ്പോൾ +1/3 ആകും. y = 8/3 + 1/3. ഓക്കെ, അപ്പൊ ന്യൂമറേറ്റർ ഒന്ന് ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? y = 9/3. y = എന്ത് വരും? 3 എന്ന് വരും. സോ നമുക്ക് ഇവിടെ x = 3, y = 3 എന്ന് പറഞ്ഞ് കിട്ടും. അടുത്ത ചോദ്യം, a = set -1 1, then find a cross a cross a. ഓക്കെ, ട്രിപ്പിൾ ക്രോസ് പ്രോഡക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. -1 1 ആണെങ്കിൽ അതിന്റെ വാല്യൂസുകൾ കണ്ടുപിടിക്കുക. നമുക്കറിയാം എന്താണ്? എല്ലാരുമായിട്ട് പെയർ ചെയ്യുക. ഓക്കെ, ട്രിപ്ലറ്റ് ആണ് വരുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും വരുന്ന? a cross a ഒന്ന് പറഞ്ഞു നോക്കാം. -1 -1 -1. ഓക്കെ, അടുത്ത എങ്ങനെ വരും? -1 -1 1. ഓക്കെ, രണ്ടുപേരാണല്ലോ. രണ്ടുപേരാകുമ്പോ 2 × 2 × 2 8 പേരെ നമുക്ക് കിട്ടണം കേട്ടോ. 8 പേര് കിട്ടുന്നുണ്ടോ നോക്കിക്കോളണേ. -1 1 -1. അടുത്ത് എന്ത് വരും? -1 1 1. ഇതിപ്പോ എത്ര പേരായി? 4 പേരായി. -1 ൽ തുടങ്ങുന്ന 4 പേരായി. ഇനി അടുത്ത് 1 ൽ തുടങ്ങുന്ന ഇതുപോലെ 4 പേരെയും കൂടെ നമ്മൾ പറയേണ്ടി വരും. അപ്പൊ എങ്ങനെ വരും? 1 -1 -1 1 1 -1 1 1 1 -1 1 1 1. ഓക്കെ, എല്ലാവരും
വ്യക്തമായില്ലേ? യെസ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? എ ക്രോസ് എ ക്രോസ് എ എന്ന് പറയുന്നത്. അടുത്തത് x plus 1, y minus 4 equals 3, 7, then find the values of x and y. x ന്റെയും y യുടെ വാല്യൂ ഉണ്ട്. 2023 ഒരു ചോദ്യമാണ്. അപ്പൊ എന്താണ്? കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണ്. അപ്പൊ എങ്ങനെ വരും? x plus 1 equals 3, x equals 3 minus 1, x equals എന്ത് വരും? 2 വരും. ഈസി ആയിട്ട് കിട്ടി. കുറച്ചും കൂടി ഈസി ആയിട്ടാണ് ഇത് ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളെ കാട്ടി. കഴിഞ്ഞ വർഷത്തിനെ കാട്ടി ഈ ഒരു 2023 കുറച്ചും കൂടി ഈസി ആയിട്ടാണ് ഇത് ചോദിച്ചിട്ടുള്ളത് അല്ലെ? അതായത് ഫ്രാക്ഷൻസ് ഒന്നും ഇവിടെ അതുപോലും വന്നിട്ടില്ല. y minus 4 equals 7, y equals 7 plus 4 minus 4 അപ്പുറത്താവുമ്പോൾ plus 4 ആയി. അപ്പൊ ഇങ്ങനെ വരും 11, y equals 11. സോ നമുക്ക് x equals 2 and y equals 11 എന്ന് പറഞ്ഞു കിട്ടി. അടുത്തത് the Cartesian product A cross A has 9 elements among which the elements are minus a 0 and 0a. Write A. Also find A cross A. ആദ്യം A കണ്ടുപിടിക്കുക, എന്നിട്ട് A cross A കണ്ടുപിടിക്കുക. എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്? A cross A യിൽ 9 എലമെന്റ്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ A cross A യിൽ 9 എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ N of A യിൽ എത്ര എലമെന്റ്സ് ആയിരിക്കും? ഒരേ ആൾക്കാരല്ലേ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോ A cross A യിൽ N of A സ്ക്വയർ ആയിരിക്കും. N of A times N of A എന്ന് പറയുന്നത് എന്താണ്? N of A സ്ക്വയർ ആയിരിക്കും. അപ്പൊ N of A യിൽ എത്ര ആൾക്കാരായിരിക്കും? √9 ആയിരിക്കും. 3 പേരാണ്. അപ്പൊ A യിൽ എത്ര പേരാ വേണ്ടത്? 3 പേരാണ് വേണ്ടത്. ഇനി എന്തൊക്കെ തന്നിട്ടുണ്ട്? 2 എലമെന്റുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണിത്? -a0യും 0aയും എലമെന്റ് ഓഫ് എന്താണ്? A എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? -a 0a ഇവർ 3 പേരും ആരുടെ എലമെന്റ് ആയിരിക്കും? A യുടെ എലമെന്റ് ആയിരിക്കും. കാരണം A cross A ന്റെ ആദ്യത്തെ ആളും A യിൽ നിന്ന് വരണം, രണ്ടാമത്തെ ആളും A യിൽ നിന്ന് വരണം. സോ -aയും A യിൽ നിന്ന് വരണം, 0യും A യിൽ നിന്ന് വരണം, aയും A യിൽ നിന്ന് വരണം. സോ -a 0a എലമെന്റ് ഓഫ് A ആണ്. A യിൽ എത്ര പേരാ ഉള്ളത്? 3 പേര്. ഇവിടെ നമുക്ക് എത്ര പേരാ കിട്ടിയത്? 3 പേര്. അപ്പൊ A ആരായിരിക്കും? ഇവർ 3 പേരായിരിക്കും അല്ലേ? A equals set -a 0a. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? A cross A മൊത്തത്തിൽ എഴുതാനാണ് ചോദിച്ചത്. A cross A യിൽ എത്ര പേരാ? 9 പേര്. ആ 9 പേരെയും നമ്മൾ എഴുതുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? A equals A 0 minus A. ഓക്കെ, ഞാൻ കുറച്ചും കൂടെ ഓർഡർ നമുക്ക് പ്രശ്നമൊന്നുമില്ല. A ഉണ്ടാവണം, 0 ഉണ്ടാവണം, -a ഉണ്ടാകണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ A cross A ആണ്. A cross A എങ്ങനെ വരും? A cross A equal to AA ഉണ്ടാകും. ഓക്കെ, A0 ഉണ്ടാകും, A minus A ഉണ്ടാകും. അടുത്ത ആരൊക്കെ ഉണ്ടാകും? 0 വെച്ച് 0നെ എല്ലാവരുമായിട്ടും ഇതുപോലെ റിലേറ്റ് ചെയ്യണം. അതാരൊക്കെ വരും? 0a ഉണ്ടാകും, 0 ഉണ്ടാകും, 0 minus A ഉണ്ടാകും. അടുത്ത ആരെ വെച്ച് റിലേറ്റ് ചെയ്യണം? -aനെ വെച്ച് റിലേറ്റ് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? -a A ഉണ്ടാകും, -a 0 ഉണ്ടാകും, -a ഉണ്ടാകും. നോക്കിക്കേ, 9 പേരായില്ലേ? അപ്പൊ A cross A ഇതാണ് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. Let F from R to R, G from R to R defined by f of x equals x plus 1, g of x equals 2x minus 3. Find f plus g of x and f of g of x. അപ്പൊ f plus g of x കണ്ടുപിടിക്കുക, f g of x കണ്ടുപിടിക്കുക. ഇത് നമ്മൾ എന്താണ്? ഓപ്പറേഷൻസ് ആണ്, അതായത് ആൽജിബ്ര ആണ് അല്ലേ? നമ്മളുടെ ഫങ്ഷൻസ് തമ്മിലുള്ള ആൽജിബ്രായിക് എക്സ്പ്രഷൻസ് ആണ്. അത് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൽജിബ്രയുടെ ഇതില് f plus g of x എന്ന് പറയുന്നത് f of x plus g of x എന്ന് പറയുന്നത് സെയിം ആണ്. അതുപോലെ f g of x എന്ന് പറയുന്നതും f of x times g of x എന്ന് പറയുന്നതും സെയിം ആണ്. ഇതുപോലെ നമുക്ക് എല്ലാത്തിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അത് കണ്ടുപിടിച്ചൂടെ? ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അല്ലെ? f plus g of x എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു f of x plus g of x ആണ്. ഓക്കെ, f of x എന്താ തന്നിട്ടുള്ളത്? x plus 1 ആണ്. അപ്പൊ f of x ന് വരെ എന്ത് കൊടുക്കാം? x plus 1 കൊടുക്കാം. പ്ലസ് g of x ന് വരെ എന്ത് കൊടുക്കാം? 2x minus 3 കൊടുക്കാം.
ചെയ്താൽ മതി. ഡയറക്റ്റ് ആയിട്ട് അഡീഷൻ അല്ലേ, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? എക്സ് പ്ലസ് 2x 3x ആണ്. 1 മൈനസ് 3 മൈനസ് 2. ഇത്രയും കിട്ടിയല്ലോ. ഇനി അടുത്ത് എഫ് ജി ഓഫ് എക്സ്. എഫ് ജി ഓഫ് എക്സ്. എഫ് ജി ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ടൈംസ് ജി ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് പ്ലസ് 1 ആണ്. എക്സ് പ്ലസ് 1 ആണ് ടൈംസ് 2x മൈനസ് 3 ആണ്. എന്ത് ചെയ്യുക മക്കളെ? നമ്മള് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് എങ്ങനെയാ ഓപ്പൺ ചെയ്യുന്നത്? എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും നോക്കിക്കേ. എക്സ് ടൈംസ് 2x 2x സ്ക്വയർ, എക്സ് ടൈംസ് മൈനസ് 3 മൈനസ് 3x, 1 ടൈംസ് 2x പ്ലസ് 2x, 1 ടൈംസ് മൈനസ് 3 മൈനസ് 3. നോക്കിക്കേ, എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2x എന്താകും? മൈനസ് എക്സ് ആകും. സോ 2x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 3. ഇതാണ് എഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ? ഇതുപോലെ എഫ് മൈനസ് ജി എഴുതാൻ പറ്റും, എഫ് ബൈ ജി എഴുതാൻ പറ്റും, ഓക്കെ, ജി ബൈ എഫ് എഴുതാൻ പറ്റും. അതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കാം. The function h from R to R defined by h of x equals absolute of x. Draw the graph of h of x. Also write its domain and range. അപ്പൊ h of x ന്റെ ഗ്രാഫ് വരയ്ക്കുക, അതുപോലെ ഡൊമൈനും റേഞ്ചും എഴുതുക. h of x എന്താണ്? അബ്സല്യൂട്ട് ഓഫ് x ആണ്. അബ്സല്യൂട്ട് ഓഫ് x നമ്മൾ റിവിഷൻ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞതാണ് എന്താണ്? വി ഷേപ്പ് ആണ് അതിന്റെ ഗ്രാഫ് വരുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? വരയ്ക്കാം. നിങ്ങൾക്ക് ആ ടേബിൾ ആണെങ്കിൽ നമുക്കൊന്ന് ടേബിൾ ആണെങ്കിൽ ഇത് വരച്ചു നോക്കാം. ടേബിൾ നമ്മൾ വരച്ച എങ്ങനെ വരും? നേരത്തെ വരച്ച എക്സ് എഫ് ഓഫ് എക്സ്. ആ ടേബിൾ നോക്കിക്കേ എങ്ങനെയാ വരുന്നത്? മൈനസ് 3 മൈനസ് 2 മൈനസ് 1 0 1 2 3. ഓക്കെ, കൊടുത്താൽ എങ്ങനെ വരും നോക്കിക്കേ. ഓക്കെ, മൈനസ് 3 അബ്സല്യൂട്ട് അല്ലേ ഫംഗ്ഷൻ. സോ അബ്സല്യൂട്ട് ഓഫ് മൈനസ് 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അബ്സല്യൂട്ട് ഓഫ് മൈനസ് 2 2 ആണ്. അബ്സല്യൂട്ട് ഓഫ് മൈനസ് 1 1 ആണ്. അബ്സല്യൂട്ട് ഓഫ് 0 0 ആണ്. അബ്സല്യൂട്ട് ഓഫ് 1 1 ആണ്. അബ്സല്യൂട്ട് ഓഫ് 2 2 ആണ്. അബ്സല്യൂട്ട് ഓഫ് 3 3 ആണ്. അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് പോസിറ്റീവ് ആയിട്ട് മാത്രം നമ്മൾ അത് എടുത്താൽ മതി. ന്യൂമറിക്കൽ വാല്യൂ മാത്രം നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അത് കിട്ടും. ഇനി എന്താണ്? h of x ന്റെ ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് വരച്ചു നോക്കാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ വരും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പോയിന്റുകൾ നോട്ട് ചെയ്യാം. 1 മൈനസ് 1 2 മൈനസ് 2 3 മൈനസ് 3. ഓക്കെ, ഗ്രാഫ് ഇത് അങ്ങനെ തന്നെ വരും. സോറി, ഇതേ ഒരു മോഡൽ തന്നെ വരും. ഓക്കെ, നമുക്ക് ആ ഒരു സെയിം വാല്യൂ ആണ് വരുന്നത് അല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെ വരും? അതുപോലെ തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ ഗ്രാഫ് എങ്ങനെയാ വരുന്നത് മക്കളെ? നോക്കിക്കേ, ഗ്രാഫ് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു മോഡൽ വി ഷേപ്പിലാണ് വരുന്നത്. ഓക്കെ, നമ്മൾ കുറച്ചും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട്. ഓക്കെ, ആ ഒരു വി ഷേപ്പിലാണ്. നിങ്ങളപ്പോ കറക്റ്റ് ചെയ്ത സ്കെയിലൊക്കെ വെച്ച് കറക്റ്റ് ചെയ്ത് വരച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അത് വരയ്ക്കാൻ പറ്റും. നോക്കിക്കേ, ആ ഒരു വി ഷേപ്പിലാണ് നമ്മളുടെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, വി ഷേപ്പിൽ വരുന്ന ഗ്രാഫാണ് എന്ത്? മോഡുലസ് എക്സിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി എന്താണ് അതിന്റെ ഡൊമൈനും റേഞ്ചും പറയുക. ഡൊമൈൻ എന്താണ്? ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് വാല്യൂവിന് വരാൻ പറ്റുന്ന വാല്യൂസ് ആണ് അല്ലേ? നോക്കിക്കേ, എല്ലാ എക്സ് വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വൈ വാല്യൂസ് പറയാൻ പറ്റില്ലേ? പറ്റും. അതുകൊണ്ട് തന്നെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ ആണ്. എല്ലാ റിയൽ നമ്പേഴ്സും വരും. ഓക്കെ, റേഞ്ച്. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? നോക്കിക്കേ മക്കളെ, റേഞ്ച് എന്ന് പറയുന്നത് വൈ വാല്യൂ ആണ്, അഥവാ എഫ് ഓഫ് എക്സ് ആണ്. അബ്സല്യൂട്ട് ഓഫ് എക്സിൽ നമുക്കറിയാം എപ്പോഴും 0യെക്കാട്ടി വലുതോ 0 ആകത്തുള്ളൂ. ഇനി ഗ്രാഫ് നോക്കുകയാണെങ്കിലോ നമുക്ക് വൈ ആക്സിസ് അറിയാം. 0ക്ക് മുകളിലോട്ട് മാത്രമേ ഗ്രാഫ് വന്നിട്ടുള്ളൂ. അപ്പൊ വൈ വാല്യൂ ഏതേ വരാൻ പറ്റുള്ളൂ? 0 തൊട്ട് മുകളിലോട്ടേ വരാൻ പറ്റുള്ളൂ. സോ ക്ലോസ്ഡ് ഇന്റർവെൽ 0 to infinity. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്രയുമാണ് നമ്മളുടെ കഴിഞ്ഞ 3 മെയിൻ പരീക്ഷകളുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് 2024, 2023, 2023 ഇംപ്രൂവ്മെന്റ്. ഈ 3 പരീക്ഷയിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ